ഞാൻ ഡോക്ടർ ബിനിയ, ബെത്സൈദ ഹോമിയോ ക്ലിനിക്, കലൂർ. നിങ്ങൾ നീർക്കെട്ട് കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരു വ്യക്തിയാണോ? എന്തുകൊണ്ടാണ് നീർക്കെട്ട് നിങ്ങൾക്ക് വരുന്നത്? അതിൻ്റെ കാരണങ്ങളാണ് ഇന്ന് ഞാൻ മനസ്സിലാക്കി തരുന്നത്. നമുക്ക് പല കാരണങ്ങൾ കൊണ്ട് നീർക്കെട്ട് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഏറ്റവും കൂടുതലായിട്ട് എൻ്റെ ക്ലിനിക്കിൽ വരുന്നത് ഇതാണ്: നമ്മുടെ തലനീരിറക്കം, അതായത് ജലദോഷം, ചുമ, കഫക്കെട്ട്, തലവേദന, ഇതൊക്കെ കൂടി വരുന്ന സമയങ്ങളിൽ പേഷ്യൻസിന് നീർക്കെട്ട് മാത്രം ബാക്കിയാവുന്നു. അതായത് മരുന്ന് കഴിച്ചതിന് ശേഷം ബാക്കി ജലദോഷം എല്ലാം മാറുമെങ്കിലും നീർക്കെട്ട് ബാക്കിയായി നിൽക്കും. അതെന്തുകൊണ്ടാണ്? ആക്ച്വലി അവിടെ എന്താ സംഭവിക്കണേന്ന് വെച്ചാൽ, നമ്മുടെ സൈനസുകൾ, നമ്മുടെ സ്കള്ളിലെ ഒരുപാട് സൈനസ് ഓപ്പണിങ്സ് ഉണ്ട്, പൊത്തുകളുണ്ട്. അതിലെല്ലാം കഫം വന്ന് അടിഞ്ഞിട്ട് അത് പഴകും നിന്ന്. അപ്പോഴാണ് നമുക്ക് ഈ സൈനസൈറ്റിസിൻ്റെ പ്രശ്നം, അല്ലെങ്കിൽ ആ കഫം നിൽക്കുന്ന കാരണം ഇൻഫ്ലമേഷൻ, അവിടേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ കുറയുന്നു. അപ്പോൾ ആ ഭാഗത്തുള്ള ഓക്സിജൻ്റെ അളവ് കുറയുന്നു. ഇങ്ങനെയൊക്കെയുള്ള കാരണങ്ങൾ കൊണ്ട്, അതായത് പഴകിയ കഫം, ഈ പഴകിയ കഫമാണ് നമുക്ക് സൈനസൈറ്റിസ് ഉണ്ടാക്കുന്നത്. ഈ സൈനസൈറ്റിസ് നമ്മൾ കറക്റ്റായിട്ട് ചികിത്സിച്ചില്ലെങ്കിൽ പിന്നെ നമുക്ക് ശരീരത്തിൽ എവിടെ വേണമെങ്കിലും ഈ കഫം ഇറങ്ങിയിട്ട് എവിടെ വേണമെങ്കിലും നമുക്ക് ഇൻഫ്ലമേഷൻ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എനിക്ക് ഒരു കേസ് വന്നത് ഇങ്ങനെയാണ്. ഒരു ലേഡി, അവർക്ക് തുമ്മി പോവുകയോ, അതായത് കഫം തുമ്മലിലൂടെ പോവുകയോ ജലദോഷത്തിലൂടെ പോവുകയോ ചുമ ഒന്നും വരുന്നില്ല. ഇവർക്ക് ആകെയുള്ളത് ഇവരുടെ ക്രീനിയം പോർഷൻ, അതായത് സ്കള്ളിൻ്റെ ആ ഭാഗം മുഴുവനായിട്ടും ഭയങ്കര വിങ്ങലും ഒരു ഏക്കിങ് പെയിനും ഹെവിനെസ്സുമാണ്. ഇത് കഫം കെട്ടി നിന്നിട്ടാണ്. അപ്പം നമ്മൾ മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇത് പല രീതിയിൽ പുറത്തേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ പേഷ്യൻ്റ് വിളിച്ച് പറഞ്ഞത്, കഫം എങ്ങനെയൊക്കെ പോകണമെന്ന് അറിയില്ല, ജലദോഷമുണ്ട്, കഫം തുപ്പി പോകുന്നുണ്ട്, വയറ്റിൽ കൂടെ പോകുന്നുണ്ട്. അപ്പോൾ എങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഈ കഫത്തിനെ നമുക്ക് ഒഴിവാക്കുക എന്നുള്ളതാണ് നമ്മുടെ ഈ തലനീരിറക്കത്തിൽ നമുക്ക് ഉണ്ടാവുന്നത്. അങ്ങനെയാണ് നമ്മൾ കറക്റ്റ് ചെയ്യേണ്ടത്. കാരണം ഇത് പല കാരണങ്ങൾ കൊണ്ട്, തലയിൽ ഹെന്ന ഇട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ AC കണ്ടിന്യൂസ് ആയിട്ട് ഇരുന്നാൽ, എണ്ണ തേച്ച് കുളിച്ച് വെയിലത്ത് പോയാൽ, ഇങ്ങനെ എന്ത് കാരണങ്ങൾ കൊണ്ടും നിങ്ങൾക്ക് ഈ തലനീരിറക്കം ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട്. അതിൽ പ്രത്യേകിച്ചും ഞാൻ കണ്ടുവരുന്നതാണ് ഈ സമയം തെറ്റിയുള്ള കുളി, പിന്നെ അതേപോലെ വെയിലത്ത് പോകുമ്പോൾ എന്താ പറയുന്നത്, AC കണ്ടിന്യൂസ്, ഇതൊക്കെ ഇങ്ങനെ എല്ലാം ശ്രദ്ധിക്കുക. ഇതെല്ലാം നമുക്ക് ഒരു പരിധി വരെ നമ്മുടെ ഈ ഒരു മെയിൻറ്റെയിനിങ് കോസ്, അതായത് എന്തുകൊണ്ടാണ് എനിക്ക് ഈ തലനീരിറക്കം വരുന്നത് എന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞിട്ട് അതൊന്ന് കൺട്രോൾ ചെയ്ത് കഴിയുകയാണെങ്കിൽ നമുക്ക് ഒരു പരിധി വരെ ഇത് കുറയ്ക്കാൻ പറ്റും. പക്ഷെ എങ്കിലും ആ ഒരു ടെൻഡൻസി ഉണ്ടെങ്കിൽ കഫം ഇങ്ങനെ ഇറങ്ങി അത് പല സ്ഥലങ്ങളിൽ ഇങ്ങനെ, ഇന്നലെ വന്ന ഒരു കേസിന് കഴുത്തിലാണ് ആ ഇത് വന്ന് നിന്നിരിക്കുന്നത്. അപ്പോൾ ഒരു ചെറിയൊരു പനിക്കോള് പോലെ, പിന്നെ ജലദോഷം, ഒരു അസ്വസ്ഥത, അതിൻ്റെ കൂടെ നീർക്കെട്ട്. അതായത് നീർക്കെട്ട് എന്ന് പറഞ്ഞാൽ ഈ കഴുത്തിലാണ് ഇവർക്ക് വന്നേക്കുന്നത്. അവിടെ ഇങ്ങനെ ശരിക്കും ഒരു എന്താ പറയുക, ഒരു ബോൾ പോലെ വീർത്തിരിക്കുന്ന ഒരവസ്ഥ. എന്നിട്ട് കയ്യിലോട്ടും കാലിലോട്ടും ഈ ഒരു സൈഡ് മുഴുവൻ, ആ ഭാഗത്തേക്ക് മുഴുവനായിട്ട് വേദനയാണ്. അത് ഏക്കിങ് ടൈപ്പ് ഓഫ് പെയിൻ, അതായത് ഇങ്ങനെ കഴപ്പ്, പൊരിയ എന്നൊക്കെ പറയില്ലേ ആൾക്കാർ. അപ്പോൾ പല തരത്തിലുള്ള വേദനയുണ്ട്. അതിൽ ഇവർ എപ്പോഴും പറയുന്നത് ഈ ഏക്കിങ് ടൈപ്പ് ഓഫ് പെയിൻ ആയിരിക്കും കൂടുതലായിട്ട് ഈ നീർക്കെട്ടുള്ള ആൾക്കാർ പറയുന്നത്. അത് ഒരു കാരണമാണ്, ഏറ്റവും കോമൺ കാരണമാണ് ഈ തലനീരിറക്കം. പിന്നെ ഒരു ടൈപ്പ് ഓഫ് കണ്ടീഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, രണ്ടാമത്തെ ഒരു കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ, നമുക്ക് യൂറിൻ പാസ് ചെയ്യാത്തതിൻ്റെ ഭാഗമായിട്ട്, അതായത് യൂറിനറി ഇൻഫെക്ഷൻ വന്ന് ഇഡിമ കണ്ടീഷൻ അല്ല കേട്ടോ പറയുന്നത്. അപ്പോൾ രാവിലെ മുതൽ യൂറിൻ പാസ് ചെയ്യാതെ വെക്കുകയാണെങ്കിൽ നമുക്കൊരു യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടാക്കാൻ ടെൻഡൻസി ഉള്ള ആൾക്കാരിൽ, എല്ലാവർക്കും ഇല്ല, യൂറിനറി ഇൻഫെക്ഷൻ ടെൻഡൻസി ഉണ്ടാവാനുള്ള ആളുകളിൽ അവർക്ക് പെട്ടെന്നൊരു നീർവീക്കം പോലെ ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇതും എപ്പോഴും കോമൺ ആയിട്ട് വരുന്ന ഒരു കണ്ടീഷനാണ്. നമുക്ക് എന്താ പറയുന്നത്, അപ്പോൾ ഒരു യൂറിൻ പാസ് ചെയ്യുമ്പോൾ ഒരു എരിച്ചിൽ, പോകുന്നതിന് മുൻപ് ഒരു എരിച്ചിലും, അതേപോലെ തന്നെ ശരീരം ആകെ മൊത്തം നീര് വെച്ച ഒരു അവസ്ഥയും ഉണ്ടാവാറുണ്ട്. ഇത് ഒരു കോമൺ ആയിട്ട് കിട്ടുന്ന ഒരു കണ്ടീഷനാണ്. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, നിർബന്ധമായും വെള്ളം കുടിക്കുക, യൂറിൻ പിടിച്ചു നിർത്താതെയും കൂടി ഇരിക്കുക. എന്നിട്ടും നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു നീർക്കെട്ടൽ കാണിക്കുന്നുണ്ടെങ്കിൽ അന്ന് നിങ്ങൾ എന്തായാലും മരുന്ന് കഴിക്കേണ്ടതാണ്. അതേപോലെ തന്നെ പിന്നെ ഒരു കോമൺ ആയിട്ടുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ വാതപ്രകൃതം, അതായത് റുമാറ്റിസം. അതിൽ തന്നെ പലതും ഉണ്ട്. റുമാറ്റോയിഡ് ആർത്രൈറ്റിസ് ഉണ്ട്, അങ്ങനെ പല ഇതുണ്ട്.
ഏറ്റവും കോമൺ ആയിട്ടുള്ളതാണ് നമ്മുടെ റുമാറ്റിസം എന്ന് പറഞ്ഞ കണ്ടീഷൻ, അതായത് വാദപ്രകൃതം അല്ലെങ്കിൽ വാദം. ഇങ്ങനത്തെ ടെൻഡൻസി ഉള്ള ആൾക്കാരിലും ഇതുപോലെ തന്നെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ അവരുടെ ബോഡി എല്ലാ ഭാഗവും നീര് വെച്ചിരിക്കുന്ന പോലെ കാണാം. അതായത് ഫാൻ ഫുള്ളായിട്ട് ഇട്ടതായിരിക്കാം, അല്ലെങ്കിൽ AC ഫുള്ളായിട്ട് ഇട്ടതായിരിക്കാം. ഇങ്ങനത്തെ കണ്ടീഷൻസിൽ ഇവർക്ക് ആ തണുപ്പ് അവർക്ക് താങ്ങാൻ പറ്റില്ല. മെയിനായിട്ട് ഇവർക്ക് തണുപ്പാണ്. തണുപ്പ് വെള്ളം കുടിക്കുക, കണ്ടിന്യൂസ് ആയിട്ട് തണുത്ത വെള്ളത്തിൽ കുളിക്കുക, ഇതൊക്കെ ഇവർക്ക് പ്രശ്നമായിട്ട് വരും. അതാണ് റൂമാറ്റിസം. അതുകൊണ്ടുള്ള ഒരു തരം നീർക്കെട്ടൽ. അത് തികച്ചും വ്യത്യസ്തമാണ്. ശരിക്കും കഫക്കെട്ട് കൊണ്ടുള്ള നീർക്കെട്ടല്ലാതെ അത് നമുക്ക് ഈ ഒരു റൊമാറ്റിക് കണ്ടീഷൻ RA ഫാക്ടറാണ് അതിനെ നമ്മൾ നോക്കുന്നത്. അതിന് RA ഫാക്ടർ രണ്ടിതിലും പോസിറ്റീവ് ആവണമെന്നില്ല. അല്ലാത്തവരിലും ഇതേപോലെ ഭയങ്കരമായിട്ടുള്ള നീർക്കെട്ട് കാണാറുണ്ട്. അവരുടെ ഏറ്റവും പ്രത്യേകത അവർ പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ രാവിലെ പോകുമ്പോൾ എല്ലാ ഡ്രസ്സും അവർക്ക് പാകാവും, തിരിച്ചു വരുമ്പോഴേക്കും അവർക്ക് പിന്നെ ഒരു ഡ്രസ്സും പാകാവില്ല. എന്ന് വെച്ചാൽ ഈവനിങ് അവർ ചീർത്ത പോലെ ഇരിക്കും. ഭയങ്കര ഒരു അസ്വസ്ഥതയാണ് അവർക്ക് ഉണ്ടാവുന്നത്. അതും ഒരു തരത്തിലുള്ള ഒരു നീർക്കെട്ടനെയാണ് കാണിക്കുന്നത്. അപ്പൊ ഇതും നിർബന്ധമായും നിങ്ങൾ ഇത് മരുന്ന് കഴിക്കേണ്ട ഒരു കണ്ടീഷനാണ്. ഇത് ഇപ്പൊ ഇന്നിപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് നീർക്കെട്ടി അപ്പോൾ ഒരു മരുന്ന് കഴിക്കുക, അങ്ങനെയല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ മരുന്ന് കഴിച്ച് ഈ ഒരു ടെൻഡൻസി നമ്മൾ ചേഞ്ച് ചെയ്യുക, മാറ്റിയെടുക്കുകയാണ് വേണ്ടത്. പിന്നെ ഒരു തരത്തിലുള്ള നീർക്കെട്ട് കോമൺ ആയിട്ട് കാണിക്കുന്നത്, അതായത് ക്ലിനിക്കിലോട്ട് വരുന്നതാണ് പറയുന്നത്. പല കാരണങ്ങളും ഉണ്ട്, പക്ഷെ എങ്കിലും ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സംഭവമാണ് അർട്ടിക്കേരിയ. അർട്ടിക്കേരിയ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ പറയുക, എന്തെങ്കിലും പ്രാണി കൊണ്ടോ ഡസ്റ്റ് കൊണ്ടോ എന്തെങ്കിലും അസ്വസ്ഥത കൊണ്ടോ, അല്ലെങ്കിൽ ഭക്ഷണത്തിൽ ചിലവർക്ക് ഷെൽഫിഷ് കഴിച്ചാൽ, ചിലവർക്ക് മീറ്റ് കഴിച്ചാൽ, ചിലവർക്ക് പാലിൻ്റെ ഐറ്റംസ് കഴിച്ചാൽ, നമുക്ക് ചിലവർക്ക് തണ്ണിമത്തൻ, ഈവൻ പലതരം അലർജീസ് ഉണ്ട്. ഇങ്ങനെയെല്ലാം കാരണം കൊണ്ട് അലർജിയുടെ ഭാഗമായിട്ട് നമുക്ക് ശരീരത്തിൽ ആകമാനം നീർക്കെട്ട് വരുന്ന ഒരു കണ്ടീഷൻ ഉണ്ട്. അതിന് ചൊറിച്ചിലുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ചൊറിച്ചിലും ഉണ്ടാവും, അതിൻ്റെ കൂടെ പൊന്തുകയും ചെയ്യും. സാധാരണ ഇതിനെ അർട്ടിക്കേരിയ എന്നാണ് പറയുന്നത്. അല്ലാത്തയും അതിലും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കണ്ടീഷൻസിലേക്ക് അത് പോവാം. ഒരു ചെറിയ ശ്വാസം മുട്ടലും ഉണ്ടാവും ആ ഒരു ടൈപ്പിന്. ശരീരാകമാനം നീർക്കെട്ട് വരും, അതിൻ്റെ കൂടെ തന്നെ ചെറിയൊരു അസ്വസ്ഥത ഉണ്ടാവും, ശ്വാസം വലിക്കാൻ. ഇത് പെട്ടെന്ന് ഉണ്ടാവുന്നതാണ്. എക്യൂട്ട് അറ്റാക്സ് ആണ് ഇതിനുണ്ടാവുക. പക്ഷെ നമുക്ക് ക്രോണിക് ആയിട്ട് ഇങ്ങനെ ടെൻഡൻസി ഉള്ളവരെ നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയുകയും ചെയ്യും. പിന്നെ ഏറ്റവും ശ്രദ്ധിക്കുക, ഇങ്ങനത്തെ അലർജിക് ആയിട്ടുള്ള നീർക്കെട്ടുള്ള ആൾക്കാരാണെങ്കിൽ, അങ്ങനെ നീർക്കെട്ട് വരുന്ന ടെൻഡൻസി ഉള്ളവരാണെങ്കിൽ അവർക്ക് ബുദ്ധിമുട്ടുള്ള സാധനങ്ങൾ അത് ഏതാണെങ്കിലും, അത് ഇപ്പം ഡസ്റ്റ് ആണെങ്കിൽ ചിലർ പറയാറുണ്ട് ഈ പഴയ പുസ്തകങ്ങൾ എടുത്താലാണ് എനിക്ക് ഇങ്ങനെ നീർക്കെട്ട് പോലെ വരുന്നത്. പിന്നെ അതിനനുസരിച്ച് അവർക്ക് ചിലപ്പോൾ ജലദോഷം വരും, അതിൻ്റെ കൂടെ പനി വരും. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർ മാക്സിമം അങ്ങനത്തെ സാധനങ്ങൾ ഒഴിവാക്കുക. അവർക്ക് എടുക്കാൻ പറ്റാത്ത പൊടിപടലങ്ങളിലേക്ക് അവർ നീങ്ങാതിരിക്കുക, അതായത് അവിടെ ക്ലീൻ ചെയ്യാതിരിക്കുക. പിന്നെ ഇനിയിപ്പോൾ അങ്ങനെ വരുന്ന ടെൻഡൻസി ഉണ്ട് എനിക്ക് മനസ്സിലായെങ്കിൽ അതിൻ്റെ ഇൻറ്റൻസിറ്റി, എന്തോരം ശക്തിയിലാണ് ഇത് വരുന്നത്, എന്തോരം ഫ്രീക്വൻസി, എത്ര നാൾ വിട്ടാണ് ഇത് വരുന്നതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിൻ്റെ ടെൻഡൻസി എടുത്തു മാറ്റാനുള്ള മരുന്നുകൾ കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഓരോ അക്യൂട്ട് അറ്റാക്സിനും നമ്മൾ മരുന്ന് കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഒരുപാട് പ്രാവശ്യം നമ്മൾ അത് തന്നെ റിപ്പീറ്റ് ചെയ്യേണ്ടി വരും. അതിനേക്കാളും നല്ലത് നമ്മൾ ആ ഒരു അവസ്ഥയെ ചേഞ്ച് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ ഞാൻ നോക്കിയിട്ട് കോമൺ ആയിട്ട് വരുന്ന തരത്തിലുള്ള നീർക്കെട്ടുകൾ 3 തരത്തിലാണ്. ഒന്ന് നമ്മുടെ ഈ കഫക്കെട്ടിനോട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള കഫം നിറഞ്ഞിട്ടുണ്ടാവുന്ന ഇൻഫ്ലമേഷൻസ്, അതായത് നീർക്കെട്ടുകൾ. അല്ലെങ്കിൽ നമുക്ക് ഉണ്ടാവുന്നത് ഞാൻ പറഞ്ഞ പോലെ യൂറിനറി ഇൻഫെക്ഷൻസ് കൊണ്ടുള്ള, അതാണ് കോമൺ ആയിട്ടുള്ളത്. അല്ലെങ്കിൽ യൂറിൻ്റെ ഇഷ്യൂസും, പിന്നെ അതേപോലെ തന്നെ പിടിച്ചു നിർത്തി ഇത് കൊണ്ടുള്ള ആ ഒരു ടൈപ്പ് ഓഫ് യൂറിൻ റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫെക്ഷൻസും ഒക്കെ വന്നതിൻ്റെ ഭാഗമായിട്ടുണ്ടാവുന്ന നീർക്കെട്ടലുകൾ. പിന്നെ റുമാറ്റിസം, ശരിക്കും റുമാറ്റോയ്ഡ് ഫാക്ടറിൽ തെറ്റ് വന്നിട്ടും അല്ലെങ്കിൽ എന്താ പറയുക വാദപ്രകൃതമുള്ള പേഷ്യൻസിൽ ഉണ്ടാകുന്ന നീർക്കെട്ടലുകൾ. അതേപോലെ തന്നെ ഈ അവസാനം ഞാൻ പറഞ്ഞ അലർജി കൊണ്ടുണ്ടാക്കുന്ന നീർക്കെട്ടലുകൾ. ഈ തരത്തിലുള്ള നീർക്കെട്ടലുകളാണ് ഏറ്റവും കൂടുതലായിട്ട് പേഷ്യൻസ് നമ്മുടെ അടുത്ത് വരുന്നത്. അപ്പോൾ അതിന് ചെയ്യേണ്ടത് ഇതാണ്, നമുക്ക് ഏതാണോ ബുദ്ധിമുട്ട്, തണുപ്പാണോ അല്ലെങ്കിൽ നമ്മൾ ഫുള്ളായിട്ട് ഫാൻ ഇടുന്നതാണോ, നമ്മൾ ഹെന്ന ഇടുന്നതാണോ, അല്ലെങ്കിൽ ഡൈ തേക്കുന്നതാണോ, ഇതൊക്കെ നമ്മുടെ തലയ്ക്ക് തണുപ്പ് ഉണ്ടാക്കുന്നതാണ്. അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന് തണുത്ത വെള്ളത്തിൽ കുളിച്ചാൽ കഴിയുന്നില്ല എന്നൊക്കെയാണെങ്കിൽ ഇതൊക്കെ ഒഴിവാക്കാൻ ശ്രമിക്കുക. പിന്നെ നമുക്ക് ചെയ്യാൻ കഴിയുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ചൂട് പിടിക്കാം. ഇപ്പൊ അപ്പർ പാർട്ട്, അതായത് നമ്മുടെ ഒരു എന്താ പറയുക പിന്നെ ഹെഡിൻ്റെ
അല്ലെങ്കിൽ സൈനസിൻ്റെ ഇൻഫ്ലമേഷൻ കൊണ്ടുള്ളതാണെങ്കിൽ നമുക്ക് നല്ലപോലെ ആവി പിടിക്കുന്നത് നല്ലതാണ്. അല്ല നമുക്ക് അതിനോട് റിലേറ്റ് ചെയ്തതല്ല, നമ്മുടെ ശരീരത്തിൽ എവിടെയെങ്കിലും ഇപ്പോൾ ഷോൾഡർ മുതലാണ് വേദന, അങ്ങനത്തെ വേദനകളാണ്, നീർക്കെട്ട് കൊണ്ടുള്ള വേദനകളാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഹോട്ട് വാട്ടർ ബാഗോ അല്ലെങ്കിൽ നമുക്ക് ജെൽ ബാഗോ ഹോട്ട് ജെൽ ബാഗ്സ് അവൈലബിൾ ആണ്, അതൊക്കെ വെച്ചിട്ട് നമുക്ക് വേദന കുറയ്ക്കാം. മരുന്നില്ലാതെ തന്നെ നമുക്ക് അതൊക്കെ യൂസ് ചെയ്തിട്ട് കുറയ്ക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ മരുന്നിൻ്റെ സഹായം തന്നെ നമ്മൾ തേടേണ്ടി വരും. ഇതാണ് ചെയ്യേണ്ടത്. പിന്നെ അർട്ടിക്കേരിയ എന്നുള്ള ഒരു കണ്ടീഷൻ നമുക്ക് എന്തായാലും നിങ്ങൾ ചികിത്സിക്കാതെ അത് നിവൃത്തിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അർട്ടിക്കേരിയ അക്യൂട്ട് അറ്റാക്സ് ഭയങ്കര ശക്തിയായിട്ടാണ് വരിക. അതുകൊണ്ട് തന്നെ ഒരു വട്ടം വന്ന പേഷ്യൻ്റാണ് എനിക്കിതൊരു ടെൻഡൻസി ഉണ്ടെങ്കിൽ 100% നമ്മളത് പിന്നെ ആ ഒരു കണ്ടിന്യൂസ് ആയിട്ട് തന്നെ നിങ്ങൾ മരുന്ന് കഴിച്ചുകൊണ്ട് തന്നെ ശരിയാക്കുന്നതാണ് ഏറ്റവും ഉത്തമം. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ നീർക്കെട്ടുകൾ വരുന്നവരെ നിങ്ങളൊന്ന് അനലൈസ് ചെയ്ത് നോക്കും, എന്തുകൊണ്ടാണ് നിങ്ങളുടെ ശരീരത്തിൽ ഇത്രയും അധികം നീർക്കെട്ട് വരുന്നത്, ഇതിനോട് എന്തെങ്കിലും സാമ്യമുണ്ടോ, ഡോക്ടർ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായോ, എന്താണ്, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അതിനനുസരിച്ച് നിങ്ങൾ മരുന്ന് കഴിക്കാൻ തയ്യാറാവുക. താങ്ക് യു.